ഹലോ, ഈ ഒരു ഫേഷ്യൽ ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ. ആയിരങ്ങൾ മുടക്കി ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫേഷ്യൽ ചെയ്യണത്. ഈ ഫേഷ്യൽ എങ്ങനെ ചെയ്യാമെന്നൊക്കെ അതിനാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. തൈര് ഉപയോഗിച്ചിട്ടുള്ള 3 സ്റ്റെപ്പ് ഫേഷ്യലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 3 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് 1 സ്പൂൺ തൈരിലേക്ക് നമ്മുടെ 1 സ്പൂൺ തിളപ്പിക്കാത്ത പാല് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ തൈരും പാലും. വിഷുവൊക്കെ അല്ലേ വരുന്നപ്പോൾ സുന്ദരിയാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേഷ്യലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലെൻസർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം വാഷ് ചെയ്യാം. മിനിറ്റ് നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഡ്രൈ ആവുന്ന നേരം കൊണ്ട് നല്ലൊരു സ്ക്രബ്ബർ തയ്യാറാക്കുക. അപ്പോൾ ക്ലെൻസർ തയ്യാറാക്കിയ പാത്രം കഴുകണമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ തൈരിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവാൻ ഇതൊന്ന് മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഫേസിലത്തെ അപ്പോൾ ഒരുവിധമൊക്കെ ഡ്രൈ ആയിട്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു ക്ലെൻസിങ് ആണ് കേട്ടോ ഫേസിനൊക്കെ ഇട്ടിരിക്കുന്നത്. ഫേസ് നന്നായി ക്ലിയർ ആയിട്ട് അഴുക്കൊക്കെ നന്നായി റിമൂവ് ആയിട്ട് നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി സ്ക്രബിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്കിൽ നമ്മുടെ തൈരും അരിപ്പൊടി മിക്സ് ചെയ്തത് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലൊരു സ്ക്രബിങ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ നല്ലൊരു സ്ക്രബിങ് കൊടുക്കാം. സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു ഗ്ലോയിങ് ആണ് കേട്ടോ കിട്ടിയത്. ഗ്ലോയിങ് മാത്രമല്ല ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ. സോഫ്റ്റ് ആവുന്നതോടൊപ്പം തന്നെ സൺ ടാൻ ഒക്കെ നന്നായി റിമൂവ് ആയിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് ഇനി ഫേസ് പാക്ക് തയ്യാറാക്കാം. 3ാമത്തെ സ്റ്റെപ്പായി ഫേസ് പാക്ക് തയ്യാറാക്കാം. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് 1 സ്പൂൺ തൈരാണ് എടുക്കുന്നത്. 1 സ്പൂൺ തൈരിലേക്ക് 1 സ്പൂൺ റോ മിൽക്ക് തിളപ്പിക്കാത്ത പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് പൗഡറാണ് എടുക്കുന്നത്. അതും 1 സ്പൂൺ തന്നെയാണ് കേട്ടോ. പിന്നെ 1 സ്പൂൺ ഗോതമ്പ് പൊടി. ഇത് 4ഉം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ 3 വട്ടം അപ്ലൈ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും കേട്ടോ. അതിനോടൊപ്പം തന്നെ സ്കിന്നിന് ലൈറ്റനിങ് കിട്ടാൻ അടിപൊളി പാക്കാണ്. ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യുന്ന നേരത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യാം. പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരുവിധമൊക്കെ ഡ്രൈ ആയിട്ട് ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്ന വെച്ചിരിക്കും നല്ലൊരു കിടുക്കാച്ച റിസൾട്ടിനെ ഇട്ട് കിട്ടിയിരിക്കുന്നത്. സ്കിന്നിന് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. കഴുത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല. നല്ലൊരു തിളക്കം തന്നെയാണ് സ്കിന്നിനെ കിട്ടിയിരിക്കുന്നത്. വിഷു അല്ല, അപ്പോൾ എല്ലാവരും ഒരു വട്ടം അത് ചെയ്ത് നോക്കും. ഈ ഫേഷ്യൽ വിഷുവിനെ തിളങ്ങാവുന്നതാണ്. അത്രത്തോളം റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അടിപൊളി ഫേഷ്യലാണ് തൈര് വെച്ചിട്ടുള്ള 3 സ്റ്റെപ്പ് ഫേഷ്യൽ. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷായിട്ടൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും തിളങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. പോകണം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ.